Hi students, so today we are going to start with the paper electronics. From electronics le ninge prescribe the text VK Menathinte aanu adupole ninge Manjushera textum university textum available aanu so nammal VK Menath aanu syllabus le prescribe cheyidittulla textbook. Okay, appo namukku first chapter lote povam. The first chapter is semiconductor rectifiers and DC power supplies. Simple chapter aanu, oru cheriya chapter aanu. Before going in detail, we'll have to know what is a rectifier. Just fast rewind. So what is a rectifier? Simply rectifier means it is an electronic device which converts AC current to DC current. Why rectifier use? Why? What is the need of a rectifier? So rectification ennulla process endinana nammude daily life itrayum important ayadu endayirkum karanam namukkariyam nammude household ഒരുപാട് instruments ellam endu current aanu use cheyyunnathu DC or direct current aanu use cheyyunnathu പക്ഷെ നമുക്ക് available ആയിട്ടുള്ള current DC ആണോ അല്ല നമുക്ക് നമ്മളുടെ പവർ സ്റ്റേഷന് അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട് ആണ്. ദ റീസൺ ഈസ് ദാറ്റ് അതിന്റെ സപ്ലൈയും അതിന്റെ ജനറേഷനും ഒക്കെ ഈസിയർ ആയതുകൊണ്ടാണ് നമുക്ക് AC കറണ്ട് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ആൻഡ് സോ ദാറ്റ് നമുക്ക് ഈ വരുന്ന AC കറണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഫോർ എക്സാമ്പിൾ ടെലിവിഷൻസ്, റെഫ്രിജറേറ്റേഴ്സ്, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ചാർജേഴ്സ്, അങ്ങനെ ഒരുപാട് ചെറിയ ഇൻസ്ട്രുമെന്റ്സിന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓർ AC കറന്റ് കൊടുക്കാൻ പറ്റില്ല. സോ ദാറ്റ് വിൽ ഹാവ് ടു കൺവേർട്ട് ദിസ് AC കറന്റ് ടു DC കറന്റ് and there are certain methods or there are certain circuits to convert AC to DC, and the process of conversion from AC current to DC current, that is alternating current to direct current, is called as rectification. Before going in detail, നമുക്ക് കുറച്ച് terms അറിയേണ്ടതുണ്ട്. Now we are going to find or build a rectifier using a semiconductor. So what is a semiconductor? എന്തായിരിക്കും ഒരു semiconductor എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ? നമുക്കറിയാം what is a semiconductor diode. ഒരു ഡയോഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടു ഓർ മോർ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ഡയോഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ബിൽഡ് ചെയ്യുന്നത്, ഒരു rectifier. So what is the property of the diode to work it as a rectifier? അപ്പൊ നമുക്കറിയാം ഡയോഡിന്റെ ഒരു മെയിൻ പ്രോപ്പർട്ടിയാണ്. സോ ദിസ് ഇസ് ദ സിംബൽ ഓഫ് എ ഡയോഡ്. ഇതൊക്കെ അറിയായിരിക്കും, ഇതാണ് ഡയോഡിന്റെ സിംബൽ. ആൻഡ് ഹിയർ ഇങ്ങനെ ഈ ആരോ മാർക്ക് പോലെയുള്ള ഈ പാർട്ട് ആണ് എന്ത്, ഇതിന്റെ പോസിറ്റീവ് ആൻഡ് ദി ബാർ ഇസ് നെഗറ്റീവ്. ഇപ്പൊ ഒരു ഡയോഡിന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ഡയോഡ് കണ്ടക്ട്സ് ദ കറന്റ് വെൻ ഇറ്റ് ഈസ് ഫോർവേഡ് ബയാസ്ഡ് and it does not conduct or it blocks the current when it is reverse biased. അതായത് ഇതിന്റെ പോസിറ്റീവ് ഡയറക്ഷനില് അല്ലെങ്കിൽ ഫോർവേഡ് ബയാസ്ഡ് ഡയറക്ഷനിലേക്ക് ഒരു കറണ്ട് വന്നാൽ കണ്ടക്ട് ചെയ്യുകയും at the same time opposite direction or reverse biased ഡയറക്ഷനിലേക്ക് കറണ്ട് വന്നാൽ അത് ഓൾമോസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന ഡയോഡിന്റെ ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, അതിനെ റെക്ടിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു സെമി കണ്ടക്ടർ ഡയോഡാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെക്ടിഫയർ എന്നുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. Now what is forward current? There are different types of diodes and there are different companies providing diodes. So ഓരോ ഡയോഡ്സിന്റെ കൺസ്ട്രക്ഷനും ഡിഫറെന്റ് ആണ്. So that forward current means the maximum current that a diode can conduct without destroying it. Means ഒരു ഡയോഡിനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കറന്റ് വിത്തൗട്ട് ബേണിംഗ് ഓർ ഡിസ്ട്രോയിങ് ഇറ്റ്. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കറണ്ട് കൊടുത്താൽ ആ ഡയോഡ് എന്തായിട്ട് പോവും, ഒന്നുകിൽ കത്തിപ്പോവും അല്ലെങ്കിൽ ചീത്തയായിട്ട് പോകും. ഇറ്റ് കനോട്ട് ബി യൂസ്ഡ് അഗെയിൻ. അപ്പം അതിന്റെ മാക്സിമം ലിമിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫോർവേഡ് കറന്റ്. Then what is peak inverse voltage? Peak inverse voltage name line ഉണ്ടല്ലേ. Peak inverse voltage means the maximum voltage or current that a diode can exist. ഏത് ഫോമില്, റിവേഴ്സ് ഫോമിൽ. അതായത് നമുക്കറിയാം റിവേഴ്സ് വരുന്ന അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്ഡ് ഡയറക്ഷനിൽ വരുന്ന കറണ്ടിനെ ഡയോഡ് കണ്ടക്ട് ചെയ്യൂല. പക്ഷെ അതിനെന്തുണ്ട്, ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടാവും. ആൻഡ് ദിസ് ലിമിറ്റ് ഇസ് കോൾഡ് ആസ് peak inverse voltage. Simply the maximum current that a diode can withstand or a diode can block in the reverse direction is called as peak inverse voltage.
What is reverse current or leakage current? റിവേഴ്സ് കറണ്ട് ഓർ ലീക്കേജ് കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, മാൻ മെയ്ഡ് ആണ്, എന്ത് തന്നെയാണ്, അതൊരിക്കലും 100% ഐഡിയൽ ആവില്ല. നമ്മളിപ്പോ ഈ ഇലക്ട്രോണിക്സ് ത്രൂ ഔട്ട് പറയുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഐഡിയൽ കേസ്. ഒരിക്കലും ഒരു ഐഡിയൽ കേസ് പോസിബിൾ അല്ല, ബിക്കോസ് ഇറ്റ് ഇസ് മാൻ മെയ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ഡയോഡ്സിനും എന്തുണ്ടാവും, നമ്മളിപ്പോ പറയുന്നു റിവേഴ്സ് കറണ്ടിന് ആസ് ഇറ്റ് ബ്ലോക്സ് റിവേഴ്സ് കറണ്ട് എന്ന് പറയുന്നു, but still it passes a minute amount of reverse current. So comparatively ഒരു 100 milli amperes of current conduct ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഒരു less than 1 micro ampere ഒക്കെ എന്ത് ചെയ്യുള്ളൂ, അത് തിരിച്ച് ബ്ലോക്ക് ചെയ്യേണ്ടതിന് പകരം ലെസ് ദാൻ 1 മൈക്രോ ആംപിയർ ഒക്കെ അത് തിരിച്ച് കണ്ടക്ട് ചെയ്യുള്ളൂ. അപ്പൊ ആ ഒരു കറണ്ട്, ദാറ്റ് മീൻസ് ബ്ലോക്ക് ചെയ്യുന്നതിന് പകരം പാസ് ആവുന്ന ആ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് കറണ്ട് ഇസ് കോൾഡ് ആസ് റിവേഴ്സ് കറണ്ട് ഓർ ലീക്കേജ് കറണ്ട്. Now you have to study different types of rectifiers. അതിൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ളത് ആണ്. There are 3 types of rectifiers. First one is half wave rectifier, second one is full wave rectifier, and the third one is full wave bridge rectifier. അപ്പൊ 3 ടൈപ്സ് ഉള്ളതിൽ മൂന്നിന്റെ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. ഒന്നിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് അടുത്തത് എന്ത് ചെയ്യുന്നത്, ഓവർകം ചെയ്യുന്നത്. ഹാഫ് വേവ് റെക്ടിഫയർ മീൻസ് ഒരു എ സി വേവിന്റെ ഹാഫ് വേവ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, റെക്ടിഫൈ ചെയ്യുള്ളൂ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഒരു ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയർ മീൻസ് ഫുൾ വേവ് റെക്ടിഫയർ തന്നെയാണ്, പക്ഷെ സെന്റർ ടാപ്പിംഗ് എന്നുള്ള ഒരു പ്രോസസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എ സി നിങ്ങൾക്കറിയായിരിക്കും, ഇങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ, ഒരു എ സി പവർ സപ്ലൈന് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സർക്യൂട്ടിൽ വരക്കുമ്പോൾ ഇങ്ങനെയാണ് വരക്കുന്നത്. അതിൽ തന്നെ ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന് ഓൾമോസ്റ്റ് ഈ വൈൻഡിങ്ങിന്റെ സെന്ററിൽ നിന്നും ഒരു കണക്ഷൻ വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ചെക്ക് ഔട്ട് ദി സെന്റർ ഓഫ് ദിസ് വൈൻഡിങ്. അപ്പൊ എപ്പോഴും സെന്റർ വൈൻഡിങ് ഭയങ്കര കൺസ്ട്രക്ഷൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഫുൾ വേവിന്റെ അല്ലെങ്കിൽ ഫുൾ വേവ് സെന്റർ ടാപ്ഡ് റെക്ടിഫയറിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്നാണ്. അപ്പം ആ 2 ഡിസഡ്വാൻറ്റേജസും ഓവർകം ചെയ്തിട്ടുള്ള ഇപ്പം സഫീഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റെക്ടിഫയർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ആൻഡ് ദാറ്റ് ഇസ് ബ്രിഡ്ജ് റെക്ടിഫയർ, which is called as full wave bridge rectifier. So now we are going in detail the type of rectifier, and you have to study in your syllabus about full wave bridge rectifier. The need for center tapping in full wave center tapped rectifier is avoided or is eliminated in full wave bridge rectifier. അപ്പൊ ആ സെന്റർ ടാപ്പിംഗ് എന്നുള്ള സിസ്റ്റം അവോയ്ഡ് ചെയ്തതാണ് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ കൺസ്ട്രക്ഷൻ കണ്ടാൽ തന്നെ എന്ത് തന്നെയാണ്, നമ്മുടെ ഡയോഡ്സ് കണക്റ്റഡ് 1 by 1 സീരീസ്ലി, സോ ദാറ്റ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജ് പോലെ എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്രിഡ്ജ് റെക്ടിഫയർ എന്നുള്ള മീനിങ് നെയിം വന്നത്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കാം. ഇത് നോക്കൂ, വി ആർ യൂസിംഗ് 4 diodes D1, D2, D3, D4. The 4 diodes are arranged in a particular way, and here P and Q are 2 ends where a transformer is connected to provide AC supply. So AC supply is the input, and here end B is connected to a load resistance and it is grounded. ഈ 2 പോയിന്റും സെയിം ആണ് കേട്ടോ. ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈ ലോഡ് റെസിസ്റ്റൻസിന്റെ അക്രോസ് ആണ് നമ്മൾ എന്ത് എടുക്കുന്നത്, ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് നോക്കാം. അപ്പൊ നമ്മൾ കൊടുക്കുന്ന എ സി പവർ സപ്ലൈ മീൻസ് എ സി പവർ സപ്ലൈയുടെ ഫോം എങ്ങനെയായിരിക്കും, ഇറ്റ് കണ്ടെയ്ൻസ് പോസിറ്റീവ് ഹാഫ് ആൻഡ് നെഗറ്റീവ് ഹാഫ്. ഇങ്ങനെയായിരിക്കും ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിന്റെ കറണ്ട് ഉണ്ടാവാം. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് പോസിറ്റീവ് ഹാഫ് ആൻഡ് നെഗറ്റീവ് ഹാഫ്. അതാണ് ഒരു എ സി ഓർ ഓൾട്ടർനേറ്റിംഗ്. ഇറ്റ് ഈസ് ഓൾട്ടർനേറ്റിംഗ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. അപ്പൊ നമുക്ക് ഇനി കിട്ടേണ്ടത് എങ്ങനത്തെ കറണ്ടാണ്, നെഗറ്റീവ് ഇല്ലാത്ത പോസിറ്റീവ് പാർട്ട് മാത്രമുള്ള ഒരു ഡയറക്റ്റ് കറണ്ട്. ഡയറക്റ്റ് കറണ്ട് മീൻസ് ഇറ്റ് ഡസൻ കണ്ടെയ്ൻ ദ നെഗറ്റീവ് പാർട്ട്. അപ്പൊ അങ്ങനെ ഒരു കറണ്ടാണ് നമുക്ക് ഈ ഒരു പ്രോസസ് വഴി ലോഡ് റെസിസ്റ്റൻസിന്റെ അക്രോസ് കളക്ട് ചെയ്യേണ്ടത്. പിന്നെ വർക്കിംഗ്, and you know that
ദിസ് ഇസ് എ ട്രാൻസ്ഫോമർ. സോ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ പി ബിക്കംസ് പോസിറ്റീവ്. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? ഇറ്റ് ചേഞ്ചസ് ഇറ്റ് പൊളാരിറ്റീസ്. ആഫ്റ്റർ ഈച്ച് ഹാഫ് സൈക്കിൾ പി ആൻഡ് ക്യൂ ചേഞ്ചസ് ഇറ്റ്സ് പൊളാരിറ്റീസ്. ഇനി ഞാൻ ഈ വരച്ചിരിക്കുന്നത് ഓരോ കറണ്ടിന്റെ ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, ഫസ്റ്റ് ഞാൻ D2 D4ഉം മായ്ച്ചിട്ടുള്ള പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. D1ഉം D3ഉം മാത്രമല്ലേ. ദാറ്റ് മീൻസ് ഇതിങ്ങനെ മായ്ച്ചാൽ എങ്ങനെയാണോ അതാണ്. ഹോപ്പ് യു കുഡ് സീ ദ പിക്ചർ ക്ലിയർലി. D2ഉം D4ഉം മായ്ച്ചിട്ടുള്ള ഫിഗറാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഫിഗറിൽ ഞാൻ D1ഉം D3ഉം പോക്കിയിട്ട് ബാക്കിയുള്ള പോർഷനാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ദാറ്റ് യു കെൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ കറന്റ് ഡയറക്ഷൻ. Now we'll see the working. So from the first half cycle, end P becomes positive. So this picture clears about the first half cycle. For first half cycle samayathu, this is end P and this is end Q. So end P becomes positive and end Q becomes negative. ഇപ്പൊ P പോസിറ്റീവും Q നെഗറ്റീവ് ആകുമ്പോഴുള്ള കേസ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പൊ മനസ്സിലേക്ക് വരിക വാട്ട് എ സെമി കണ്ടക്ടിങ് ഡയോഡ് ഡസ്, അല്ലെങ്കിൽ ഒരു സിംപ്ലി ഒരു ഡയോഡ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് ചിന്തിക്കുക. ഇപ്പൊ P അല്ലേ പോസിറ്റീവ്. P പോസിറ്റീവ് ആകുമ്പോൾ ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയാസ്ഡ് എന്ന് ചെക്ക് ചെയ്യുക. ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയാസ്ഡ്? വെൻ P ഈസ് പോസിറ്റീവ്, D1 എന്താണ്? ഈസ് പോസിറ്റീവ് അല്ലെ. D1ന്റെ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. D2 എന്താണ്? നെഗറ്റീവ് ആണ്. സെയിം വേ D3 ഈസ് പോസിറ്റീവ് ആൻഡ് D1 ഈസ് നെഗറ്റീവ്. ആൻഡ് ഹിയർ D2 ആൻഡ് D4 ഇല്ലാത്ത പോലെയാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. കാരണം D1ഉം D3ഉം കണ്ടക്ട് ചെയ്യുകയും D2ഉം D4ഉം കറണ്ടിനെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫിഗർ വരച്ചത്. സോ ദാറ്റ് ആസ് ദ എൻഡ് P ഈസ് പോസിറ്റീവ്, ദ കറന്റ് പാസസ് ത്രൂ D1 through the point A, it reaches to the load RL. ഇതാണ് ലോഡ് റെസിസ്റ്റൻസ് RL. അങ്ങനെ B എന്നുള്ള പോയിന്റിലൂടെ പോയിട്ട് D3 വഴി കണ്ടക്ട് ചെയ്യും. D3 ഇവിടെ എന്ത് തന്നെയാണ്? ഫോർവേഡ് ബയാസ്ഡ് ആണ്. അങ്ങനെ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഈ ഒരു പാത്താണ് കറണ്ട് എടുക്കുക. സോ ഓൾവേസ് ദ കറണ്ട് ഫ്ലോസ് ഫ്രം A to B ത്രൂ ലോഡ് റെസിസ്റ്റൻസ് RL. ഇവിടെ P പോസിറ്റീവ് ആവുന്ന കേസിൽ D1ഉം D3ഉം കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പാത്താണ് കറണ്ടിന് കിട്ടുക. ഒന്ന് നോക്കുക കേട്ടോ. P കൂടെ പോയിട്ട് D1 വഴി പോയിട്ട് A വഴി താഴോട്ട്, അതാണ് ഗ്രൗണ്ട്. ലോഡ് റെസിസ്റ്റൻസ് വഴി B വഴി D3, അഗെയിൻ ഈ ഒരു പാത്ത്. So that every time the current passes from A to B through load resistance RL and the output is collected across RL. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് വേവ് ഫോം ഒന്ന് വരച്ചു നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്ത്, and that is collected across RL, and this is due to D1 and D3. This is due to D1 and D3. And when the next half cycle comes, the polarity changes. That means P becomes negative and Q becomes positive. അപ്പമുള്ള കേസാണ് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് P, ഇത് Q. That means in the negative half cycle, Q becomes positive and P becomes negative. അങ്ങനെ Q പോസിറ്റീവ് ആകുന്ന സമയത്ത് കറണ്ട് ഏതൊക്കെ, ഇങ്ങോട്ട് നോക്കൂ, ഏതൊക്കെ ഡയോഡ്സ് ആണ് ഫോർവേഡ് ബയാസ്ഡ് എന്ന് നോക്കൂ. D2 ഫോർവേഡ് ബയാസ്ഡ് ആണ്, D1 റിവേഴ്സ് ബയാസ്ഡ് ആണ്, D3 റിവേഴ്സ് ബയാസ്ഡ് ആണ്, D4 ഫോർവേഡ് ബയാസ്ഡ് ആണ്. നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഈ എൻഡ് എന്ന് പറഞ്ഞാല് റിവേഴ്സ് ബയാസ്ഡ് ആണ്, ഈ ആരോ മാർക്കുള്ള എൻഡ് എന്ന് പറഞ്ഞാല് ഫോർവേഡ് ബയാസ്ഡ് ആണ്. അപ്പം Q പോസിറ്റീവ് ആവുന്ന സമയത്ത് D2ഉം D4ഉം കണ്ടക്ട് ചെയ്യും, D1ഉം D3ഉം അവിടെ ഇല്ലാത്ത പോലെ ആക്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇറ്റ് ബ്ലോക്സ് ദ കറണ്ട്. ആ കറണ്ട് റിട്ടേൺ ചെയ്തിട്ട് ഏതിലൂടെ തന്നെയാ പോവുക? D2ലൂടെയും D4ലൂടെയാണ് പോവുക. അപ്പൊ നോക്കൂ, P is negative and Q is positive, and the current flows from Q through D2 to A to ground, ground to RL, RL to B, B to D4, again in this direction. അപ്പൊ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ആൻഡ് ഹിയർ ഓൾസോ ഇത് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. D2ലൂടെ പോയിട്ട് ഗ്രൗണ്ട് വഴി ലോഡ് റെസിസ്റ്റൻസ് വഴി ഇങ്ങനെ പോയിട്ട് D4. അപ്പം D1ഉം D3ഉം അവിടെ ഇല്ലാത്ത പോലെ ആക്ട് ചെയ്യും. അപ്പം ഇങ്ങനെയാണ്
ഫസ്റ്റ് അടുത്ത ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത്, കറണ്ട് കണ്ടക്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് when current flows from A to B, ഒരു സെയിം ഡയറക്ഷൻ തന്നെയാണ് ഫ്ലോ ചെയ്യുന്നത്, and it flows through load resistance RL, so the current is collected across RL. നമുക്ക് അടുത്ത ഹാഫ് സൈക്കിൾ എങ്ങനെയാ കിട്ടുക, നെഗറ്റീവ് ഹാഫ് സൈക്കിളും കണ്ടക്ട് ചെയ്യും, അത് D2ഉം D4ഉം കാരണം. അപ്പം നമുക്ക് എന്ത് ചെയ്തു, അടുത്ത ഹാഫ് സൈക്കിൾ തന്നെ അതിന്റെ D1ന്റെ D3ന്റെ അടുത്തായിട്ട് കണ്ടക്ട് ചെയ്യും. ഇവിടെ ഹാഫ് സൈക്കിൾസ് ഒന്നും കട്ടായി പോകുന്നില്ല. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ D1ഉം D3ഉം ആക്ട് ചെയ്യും, നേരെ തിരിച്ച് വരുന്ന സമയത്ത് പൊളാരിറ്റി ചേഞ്ച് ചെയ്യും, അതുകൊണ്ട് D2ഉം D4ഉം ആക്ട് ചെയ്യും. ഇനി വീണ്ടും അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ ആരാക്ട് ചെയ്യും, D1ഉം D3ഉം. നെക്സ്റ്റ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് D2ഉം D4ഉം. അങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂ ചെയ്ത് എത്രത്തോളം കറണ്ട് ഉണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉണ്ടോ അതിന്റെ അത്രയും നമുക്ക് എന്ത് കിട്ടും, ഡയറക്റ്റ് കറണ്ട് കിട്ടും. ഇത് എന്തുകൊണ്ടാണ് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയാൻ കാരണം, നോക്കി ഇവിടെ വി ആർ നോട്ട് ഹാവിംഗ് നെഗറ്റീവ് ഹാഫ്, നമുക്ക് പോസിറ്റീവ് ഹാഫ് അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്, ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ഇതൊരു ബ്രിഡ്ജ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ചില സമയത്ത് രണ്ട് ബ്രിഡ്ജ് ഓപ്പൺ ആവും, രണ്ട് ബ്രിഡ്ജ് ക്ലോസ് ആവും, മറ്റേ സമയത്ത് രണ്ട് ബ്രിഡ്ജ് ഓപ്പൺ ആവും, രണ്ട് ബ്രിഡ്ജ് ക്ലോസ് ആവും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ. ആൻഡ് ദിസ് ഇവിടെ നോക്കൂ, ഈ ഒരു ഡയറക്റ്റ് കറണ്ട്, അപ്പൊ നമ്മളുടെ ഒരു ഐഡിയൽ കേസിലുള്ള ഡയറക്റ്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം, ഒരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, പൾസേഷൻ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയത് പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ പോസിറ്റീവ് ആണ്, പക്ഷെ എന്തല്ല, ഒരു പ്യുവർ ഡയറക്റ്റ് അല്ലെങ്കിൽ ഒരു ഐഡിയൽ ഡയറക്റ്റ് കറണ്ട് അല്ല. അപ്പം ഈ ഒരു ഡയറക്റ്റ് കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇറ്റ് ഇസ് കോൾഡ് ആസ് pulsating DC. It is direct current but it is pulsating, so it's called as pulsating DC. So this is about full wave bridge rectifier.